ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യരായി തിരഞ്ഞെടുക്കപ്പെടുന്നവരോരോരുത്തരും ത്യാഗപൂർണമായ നഷ്ടപ്പെടുത്തലിലൂടെ പരിത്യജിക്കുന്നതിലൂടെ ആകണമെന്ന് ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഓർപ്പെടുത്തുന്നു. വിശുദ്ധ ലൂക്കാ സുവിശേഷം 14-ാം അധ്യായം 25 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ യേശു ശിഷ്യത്വത്തെ വില കൊടുത്തു വാങ്ങുവാൻ, വില നൽകി കരുതുവാൻ പഠിപ്പിക്കുകയാണ്. യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ട് യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് നമുക്ക് ആർക്കും യഥാർത്ഥ ശിഷ്യന്മാരായിരിക്കാനാകില്ല. യേശുവിൻ്റെ ശിഷ്യരായിരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത ഒരുവൻ നേടുന്നത് അവൻ്റെ ജീവിതത്തിൽ പരിത്യാഗങ്ങൾ നടത്തുവാൻ സന്മനസ് കാണിക്കുമ്പോഴാണ്. മാതാവിനെയും പിതാവിനെയും സഹോദരനെയും സഹോദരിയെയും സ്വജീവനെ തന്നെ പരിത്യജിക്കാതെ നിങ്ങൾക്കാർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല. ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഒരുപിടി വ്യക്തികൾ ക്രിസ്തുവിനെ വിട്ടുപോകുവാൻ സാധ്യതയുള്ള കാര്യമാണ് യേശു പറയുക. എങ്കിലും യേശു അസന്നിഗ്ധമായിട്ട് പറയുന്നു, ത്യാഗം സഹിക്കാതെ, നഷ്ടപ്പെടുത്താതെ നിങ്ങൾക്കാർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കില്ല. യേശുവിനെ അനുഗമിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ കുരിശെടുക്കുവാനുള്ള ബലം നമുക്കുണ്ടാകണം. യേശു പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലോ യേശുവിൻ്റെ വചനസാക്ഷ്യങ്ങളിലോ മാത്രം നമ്മൾ അഭയം കണ്ടെത്തി എല്ലാം പരിത്യജിച്ചുവെന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ പിന്നാലെ കൂടാനാകില്ല. നമ്മുടെ ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെടുത്തുമ്പോൾ മാത്രമേ ക്രിസ്തുവിനെ നമുക്ക് യഥാർത്ഥത്തിൽ അനുധാവനം ചെയ്യാൻ കഴിയൂ. ക്രിസ്തുവിൻ്റെ യാത്ര സ്വന്തം കുരിശുമെടുത്തുകൊണ്ട് കാൽവരിയിലേക്കുള്ള യാത്രയാണ്. ആ കുരിശിൻ്റെ ഭാരം വലുതാണ്. കാരണം മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ്റെയും പാപഭാരമാണ് ക്രിസ്തു വഹിക്കുക. എന്നാൽ യേശു നമ്മോട് ആവശ്യപ്പെടുന്നതോ നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശെടുത്തുകൊണ്ട് നാം അവനെ അനുധാവനം ചെയ്യണം. ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടുത്താതെ സ്വന്തമാക്കാൻ കഴിയുന്നതല്ല നിത്യപിതാവിൻ്റെ സാന്നിധ്യമെന്ന് ക്രിസ്തു ഓർപ്പെടുത്തുന്നു. നാം ജീവിതത്തിൽ എത്രമാത്രം ക്രിസ്തുവിനെ പരിത്യജിക്കുന്നുവോ അത്രയും കൃപയോടുകൂടി നിത്യജീവൻ സ്വന്തമാക്കാൻ നമുക്ക് സാധ്യമാകും. ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം കരുതി വയ്ക്കുന്നുവോ അത്രയും കുറച്ച് മാത്രമേ സ്വർഗരാജ്യത്തിൽ നമുക്ക് എത്തുവാനുള്ള കൃപ ലഭ്യമാവുകയുള്ളൂ. എത്രത്തോളം പരിത്യജിക്കുന്നുവോ അത്രത്തോളം കൂടുതൽ കൃപ ദൈവരാജ്യത്തെ സ്വന്തമാക്കുവാൻ നമുക്ക് ലഭ്യമാകും. ആകയാൽ ക്രിസ്തുവിനെ പ്രതി സ്നേഹപൂർവ്വം നമ്മെ തന്നെ പരിത്യജിച്ചുകൊണ്ട് അവനെ പിന്തുടരുവാൻ കൃപാവനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.